എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തുപാലിക്കുമെന്നെ നിത്യം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 4-ാമത് വാക്യത്തിൽ മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു എന്ന പ്രസ്താവനയാണ്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ളതാണ് ദൈവം മനുഷ്യൻ്റെ മേൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് അധ്വാനിക്കാതെ സുഖമായിട്ട് ഈ ലോകത്ത് ജീവിപ്പാനുള്ള എല്ലാ സാധ്യതകളും ദൈവം മനുഷ്യന് നൽകിയെങ്കിലും ദൈവത്തോട് പാപം ചെയ്ത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ യഹോവയായ ദൈവം ആദമിനോട് പറഞ്ഞത്, ഇന്നു മുതൽ നീ വിയർപ്പോടെ ജോലി ചെയ്ത് അതിൽ നിന്ന് നീ ഭക്ഷിക്കുന്നവനാകണം എന്നുള്ളതാണ്. അന്നു മുതൽ മനുഷ്യർ കഠിനാധ്വാനികളായി നന്നായി അധ്വാനിച്ചാണ് അവരുടെ ജീവിതം മുൻപോട്ട് കെട്ടിപ്പിടുക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയോടെ തന്ത്രപരമായിട്ട് അധ്വാനിക്കാതെ കണ്ട് മറ്റുള്ളവരുടെ നന്മയിൽ ലക്ഷ്യം വെച്ച് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ജീവിച്ചു പോകുന്നതായ ആളുകളെയും നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ മടി പിടിച്ച് ജീവിക്കുന്ന അധ്വാന മനോഭാവമില്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ വേണ്ടതുപോലെയുള്ള അഭിവൃദ്ധിയോ സന്തോഷമോ സമാധാനമോ അനുഗ്രഹങ്ങളോ ഒന്നും അവർക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ ദൈവവിളി കേട്ട് ഇറങ്ങിത്തുരിച്ച അബ്രഹാമും തന്നോട് കൂടെ ഉണ്ടായിരുന്ന ലോത്തും രണ്ട് സ്വഭാവമുള്ളവരായിരുന്നു, രണ്ട് രീതികളുള്ളവരായിരുന്നു എന്നുള്ളതാണ്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം താന് നല്ല അധ്വാനിയായ മനുഷ്യനായിരുന്നു. എന്നാൽ ലോത്തിനെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ താന് സോദോം പട്ടണവാതുക്കൽ വന്നിരിക്കുന്നതായിരുന്നു തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശ, ഒരാഗ്രഹം, ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. അവിടെ നടക്കുന്നതായ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ മടങ്ങിപ്പോകുന്ന ശീലമില്ലാത്ത, കൈ പ്രവർത്തിപ്പിക്കാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഇവിടെ ലോത്തിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൂതന്മാരെ കണ്ടപ്പോൾ ദൂതനെ ഭൂമിയോളം കുനിഞ്ഞ് സ്വീകരിക്കുകയും കുമ്പിടുകയും ഒക്കെ ചെയ്തു. ദൂതന്മാരെ വീട്ടിൽ കൈക്കൊണ്ടു. കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ലോത്തിനെ സംബന്ധിച്ച് അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വന്നതും അല്ലെങ്കിൽ അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയേണ്ടി വന്നതിൻ്റെയൊക്കെ പിന്നിൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം നന്നായി അധ്വാനിച്ചു. ലോത്ത് അധ്വാനിക്കാതെ കണ്ട് അബ്രഹാം അധ്വാനിച്ചതൊക്കെ സ്വന്തമാക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ലോത്തിന് ഉപയോഗപ്രദമായി തീർന്നില്ല എന്നുള്ളത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അധ്വാനശീലനായ അബ്രഹാം ഏറ്റവും ധന്യമായ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയും ആ ഭൂമിയെ ഏറ്റവും മനോഹരമായൊരു ഭൂമിയാക്കുകയും ചെയ്തപ്പോൾ ആ അധ്വാനം കൊണ്ട് നേടിയെടുത്തതിനെ, പിടിച്ചു പറിച്ചെടുത്തതിനെ ലോത്ത് വെച്ചാസ്വദിച്ചുവെങ്കിലും അത് തകർച്ചയിലേക്കും നാശത്തിലേക്കും കടന്നു പോവുകയും പിന്നത്തേതിൽ ലോത്തിനോ തൻ്റെ തലമുറയ്ക്കോ ആ പട്ടണത്തിൽ പ്രയോജനപ്രദമായ നിലത്തിൽ ജീവിപ്പാനായിട്ട് കഴിയാതെ പോവുകയും ചെയ്തു എന്നുള്ള ആ യാഥാർത്ഥ്യങ്ങളും നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അത് ആദിമ മനുഷ്യനായ, ഒന്നാം മനുഷ്യനായ ആദാം മുതൽ ദൈവം പറയുന്നത് വിയർപ്പ് കൊണ്ട് ജീവിക്കണമെന്നുള്ളതാണ്. അധ്വാനിക്കുന്ന ഒരു മനുഷ്യരായി നാം തീരുന്നുവെങ്കിൽ ആ അധ്വാനത്തിൻ്റെ ഫലം ദൈവം നമുക്ക് നൽകുവാനിടയാവും. എന്നാൽ മടിയുള്ളവൻ്റെ കൈ അവന് നാശം, അവൻ്റെ കുടുംബത്തിന് നാശവും മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മടിയുള്ളവരായിട്ടല്ല, നാം അധ്വാനിക്കുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം. അതിനായി നമ്മെ ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, മടി കൊണ്ട് ഞങ്ങൾ
തകർന്നു പോകുകയല്ല. ഞങ്ങൾ മടി വിട്ട് ഞങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യതയോടെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പ്രത്യേക സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.